മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചാണ് മുട്ടച്ചോറ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ആദ്യം ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചതും ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഇതിനാവശ്യമുള്ള വെജിറ്റബിൾസ് ഒന്ന് അരിഞ്ഞു വരാം. 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 10 ചെറിയ ഉള്ളി, ഒരു സവോളയുടെ പകുതി, ഒരു ചെറിയ ക്യാരറ്റ്, 2 ബീൻസ്, ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, പിന്നെ 2 അല്ലി വേപ്പിലയും, ഒരു 1/4 കപ്പ് മല്ലിയും, ഒരു ചെറുനാരങ്ങയുടെ നീരും നമുക്ക് ആവശ്യമുണ്ട്. ഇതെല്ലാം ചെറുതായി നുറുക്കി മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് 1 മിനിറ്റ് വഴറ്റുക. അതിനുശേഷം ചെറിയുള്ളി ചേർത്ത് 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് സവോള അരിഞ്ഞത് ചേർക്കാം. സവോള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് മറ്റ് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം കറിവേപ്പിലയും നമുക്ക് ചേർക്കാം. ഒരു 3 മിനിറ്റ് നേരം ഇവയെല്ലാം കൂടി ഒന്നുകൂടി വഴറ്റുക. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. തീ സിമ്മിലിട്ടതിന് ശേഷം മാത്രമേ പൊടികൾ ചേർക്കാവൂ. ഇനി ഇവയെല്ലാം കൂടി ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റാം. എല്ലാം പാകത്തിന് വഴണ്ടിട്ടുണ്ട്. ഇനി ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുവരെയും നമ്മൾ ഉപ്പ് ഇതിൽ ചേർത്തിട്ടില്ല. ഇനി 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ നടുഭാഗത്തേക്ക് ബീറ്റ് ചെയ്ത് വെച്ച കോഴിമുട്ട നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം പതുക്കെ ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നേരത്തെ വേവിച്ച് വെച്ച ചോറ് ഇതിലേക്ക് മിക്സ് ചെയ്യാം. 1 കപ്പ് അരിയാണ് ചോറ് വയ്ക്കാനായി ഞാൻ എടുത്തിരുന്നത്. ഏത് അരിയുടെ ചോറായാലും കുഴപ്പമില്ല. ബിരിയാണി അരിയുടെയോ അല്ലെങ്കിൽ സാദാ ചോറോ ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി വിതറി കൊടുക്കാം. ഈ സമയം ഉപ്പെല്ലാം നോക്കി അതിനുശേഷം അവസാനമായി മല്ലിയില കൂടി ചേർക്കാം. ഇത് ചൂടോടുകൂടി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു നേരത്തേക്ക് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക.